ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞത്, ഇവിടെ ജോജി സൂചിപ്പിച്ച കാര്യങ്ങൾ ഫാക്ച്വൽ എററാണ്, എല്ലാവരിനുമായി ഒക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ശബരിമലയിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ ഇന്ന് കോടതി പറഞ്ഞത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാതെ പ്രതികൾ രക്ഷപ്പെടും എന്ന ആവർത്തനം കോടതിയിൽ ഇവരുടെ മറ്റത്തൂർ സഖ്യകക്ഷിക്ക് തിരിച്ചടി കിട്ടിയിട്ട് ഇവർ ആവർത്തിക്കുകയാണ്. കോടതി ആ വിഷയത്തിൽ പറഞ്ഞത് എന്താണെന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച അസാധാരണമായ കേസാണ്, ഹൈക്കോടതി പറഞ്ഞതാണ്. കൊലപാതകം, മർദ്ദനം പോലെ വേഗത്തിൽ പൂർത്തിയാക്കാവുന്ന അന്വേഷണമല്ല ഈ കേസിലുള്ളത്. മാത്രമല്ല ഇത് നടത്തുന്ന SIT കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടത്തുന്നത്. അത് കോടതിക്കറിയാം, തങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട അന്വേഷണത്തെ സംബന്ധിച്ച് എന്നതടക്കം കോടതിക്ക് നിരീക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിനിധിയുടെ ജോജിയുടെ വാക്കുകൾ റദ്ദാകുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ റദ്ദാകുന്നത് അല്ലേ ശ്രീ എം ജയചന്ദ്രൻ? എന്താണ് ഇതിൻ്റെ വസ്തുത? അജിംഷാദ് എന്നോടൊരു ചോദ്യം ചോദിക്കുകയാണ്, അരി എത്രയാണ്? ഞാൻ മറുപടി പറയുകയാണ്, പയർ അഞ്ഞാഴി. അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. പറഞ്ഞത് ബിസ്ക്കറ്റ് 10 തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാനാണ് പഠിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അതെ 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 ഈ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാനേ പഠിപ്പിച്ച് വിട്ടിട്ടുള്ളൂ. ഇന്നത്തെ ഹൈക്കോടതി വിധി ഉന്നയിക്കുന്ന സവിശേഷമായ, അത്യന്തം നിർണായകമായ, പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നമ്മളുടെ മുമ്പിൽ സത്യസന്ധതയോടെ ഉയർന്നു നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് താങ്കളുടെ ചോദ്യം. ഈ ചർച്ച തന്നെ അതിനെ ആധാരമാക്കിയാണല്ലോ. അപ്പോൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി പറഞ്ഞാൽ പ്രിയപ്പെട്ട ജോജി, അതുകൊണ്ട് പ്രശ്നം തീരില്ല. വിഷയം എന്താണ്? ഇത് ഞാനതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കണം അജിംഷാദെ. ഈ ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ച് ആദ്യമായി ഉണ്ടാവുന്നത്, ചരിത്രത്തിലാദ്യമായി ഹൈക്കോടതിക്ക് ഒരു ദേവസ്വം ബെഞ്ച് ഉണ്ടാവുന്നത് 1992 ജസ്റ്റിസ് KS പരിപൂർണൻ്റെ കാലത്താണ്. അപ്പോൾ ആദ്യത്തെ സ്പെഷ്യൽ ജഡ്ജായി നിയമിതനായത്, സ്പെഷ്യൽ കമ്മീഷണറായി, ജഡ്ജല്ല, ആദ്യത്തെ സ്പെഷ്യൽ കമ്മീഷണറായി ജസ്റ്റിസ് KS പരിപൂർണൻ നിയമിക്കുന്നത് അന്ന് 92 ആലപ്പുഴ ജില്ലാ ജഡ്ജിയായിരുന്ന ജസ്റ്റിസിനെയാണ് നിയമിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് കേസുകൾ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ജഡ്ജി കൃഷ്ണനായരായിരുന്നു അന്ന് ആലപ്പുഴ ജില്ലാ ജഡ്ജി. അദ്ദേഹമാണ് ആദ്യത്തെ ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണറായിട്ട് നിയമിക്കപ്പെടുന്നത്. അതിനുശേഷം ഒരുപാട് കാലം കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം? അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ജസ്റ്റിസ് വിജയരാഘവൻ, ജസ്റ്റിസ് വിജയകുമാർ എന്നീ സീനിയറായിട്ടുള്ള ജഡ്ജസ് 2 പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇതിൻ്റെ അധികാരികൾ. അവരുടെ മേൽനോട്ടത്തിലാണ് SIT എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമല സ്വർണ്ണ കവർച്ചയെപ്പറ്റി അന്വേഷിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ SIT എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു സംഭവമാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ ഒരു കേസിനെ പറ്റി അന്വേഷിക്കുക എന്ന് പറയുന്നത് നടാടയാണ്. അതെങ്ങനെയാണ്? അത് ഈ ഡിവിഷൻ ബെഞ്ച് സുവമോട്ടോ കേസെടുക്കുകയാണ്, സ്വമേധയാ കേസെടുക്കുകയാണ്. അല്ല സുവമോട്ടോയെ കേസെടുക്കുകയാണ്. അപ്പോൾ സുവമോട്ടോയെ കേസെടുത്ത് സർക്കാരിനോട് നിലപാട് തേടി. സർക്കാർ അപ്പോൾ പറയുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിനോടാണ് സംസ്ഥാന സർക്കാരിന് താല്പര്യം എന്നറിയിക്കുന്നു. അത് അംഗീകരിച്ചുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി പ്രഖ്യാപിക്കുന്നു. അവർ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം നടന്നു വരികയാണ്. ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്കേ പോകുന്നില്ല. കാര്യം ഭരണപക്ഷമായ ഗവൺമെൻറ് രാഷ്ട്രീയം പറയാനുണ്ടാവും. അതിന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഭരണപക്ഷത്തെ ഇവിടെ പ്രതിനിധീകരിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് ജോജി ഇവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ താല്പര്യപ്പെടുന്നത് അജിംഷാദെ. അതിൽ ഈ കേസിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 10-ാം തീയതി SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഹൈക്കോടതി പറയുകയാണ്, ഈ സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടന്നത് അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, അതിലൊരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ആണ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിന് വേണം എന്ന് ഈ ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ച് ഉത്തരവാകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ആ മാസത്തിൽ തന്നെ അത് കഴിഞ്ഞ് SITയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അന്വേഷണം നടക്കുന്നു. ആ മാസം തന്നെ, അതേ ഒക്ടോബർ മാസം തന്നെ നിയമസഭ കൂടുന്നുണ്ട്. നിയമസഭ കൂടുമ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രേംകുമാറിനറിയാം, സമ്മതിക്കില്ല. പ്രതിപക്ഷം എല്ലാ ദിവസവും സഭ ബഹിഷ്കരിക്കുകയാണ്. എന്താണ് ആവശ്യം? ഞങ്ങൾ SIT അംഗീകരിക്കില്ല, CBI അന്വേഷണം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ. ഇതാണ് നിരന്തരമായ വാദഗതികൾ അന്ന്. എന്നിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും. അന്ന് ആ സമ്മേളനം മൊത്തം അലങ്കോലമാക്കി പ്രതിപക്ഷം. അത് കഴിഞ്ഞ് പിന്നീടാണ് അന്വേഷണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത്, ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നതും ഒക്കെ. അതിനിടയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിൻ്റെ ആവശ്യം ഏറ്റെടുക്കുന്നത്. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം? ഞാൻ പറഞ്ഞ നിയമസഭയിലെ ആവശ്യം, ഞങ്ങൾ SIT അംഗീകരിക്കില്ല, CBI അന്വേഷണം വേണം. അപ്പോൾ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് ഇവരുടെ ആവശ്യത്തിന് പിന്നാലെ പോകുന്ന ആരാണ്? രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. അതിന് പിന്നാലെ അടുത്ത കക്ഷി പോവുകയാണ്. ആരാണ്? വിശ്വ ഹിന്ദു പരിഷത്ത്. അതിന് പിന്നാലെ ഒടുവിൽ പോകുന്ന ആരാണ്? തന്ത്ര സമാജം. അപ്പോൾ എല്ലാം ഒറ്റ കലപ്പയിൽ ഒരു യുഗത്തിൽ കെട്ടാവുന്ന ആൾക്കാരെ പോലെ താല്പര്യമുള്ള തൽപര കക്ഷികളെല്ലാം കൂടെ ചേർന്ന് ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച് ആ വിഷയം എടുക്കുന്നത്. ആ വിഷയം എടുത്തിട്ട് എന്താണ് ഹൈക്കോടതി പറഞ്ഞത്? ഞങ്ങൾക്ക് ഈ ഇപ്പം നടക്കുന്ന അന്വേഷണത്തിൽ യാതൊരു തർക്കവുമില്ല, അവിശ്വാസമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. നമ്പർ 1, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 എന്താണ്? ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടു. 90 ദിവസം കഴിഞ്ഞു, നോർമൽ ബെയിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്, സ്വാഭാവിക ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഈ കേസിൽ. അത് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും. വാദം നമ്പർ 2 ആണ്. അപ്പോൾ അതിന് ഹൈക്കോടതി മറുപടി പറയുന്നു, ഇല്ല, അങ്ങനെ സ്വാഭാവിക ജാമ്യം കിട്ടുന്നതുകൊണ്ട് ഈ കേസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് ഈ ബെഞ്ച് കരുതുന്നില്ല. അതുകൊണ്ട്, കാരണം ഇത് അതിസങ്കീർണമായ കേസാണ്. ഇത് സാധാരണ ലോകമർദ്ദനം അല്ലെങ്കിൽ കൊലപാതകം എന്നിവ അന്വേഷിച്ച് അനായാസം തെളിയിക്കാവുന്നൊരു കേസേ അല്ല ഇത്. അതീവ സങ്കീർണമാണ്. അതിൻ്റെ നാൾവഴികൾ തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്, സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നോർമൽ ബെയിൽ കിട്ടി പോകുന്നതിനോടൊന്നും ഇവിടെ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അന്വേഷണത്തിന് 4 ദൂരമുള്ള അന്വേഷണ ട്രാക്ക് റെക്കോർഡ് പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്നിട്ട് ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ DGP, അതായത് കോടതിയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, DGPയോട് ചോദിക്കുകയാണ്, ഇവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ കോടതിക്ക്, ഈ ബെഞ്ചിന് അറിയണമല്ലോ. അപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അവിടെ പറയുന്നു, കാരണം SIT ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്യുന്നതേ ഇല്ല, ഞങ്ങൾക്ക് റിപ്പോർട്ട് തരുന്നില്ല, ഇതെല്ലാം തരുന്നത് ഇവിടെയാണ്, ദേവസ്വം ബെഞ്ചിലാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ കേസിനെ പറ്റി യാതൊന്നും അറിയില്ല. അതാണ് അവിടെയാണ് അടിവരയിടേണ്ടത്. ശ്രീ M. ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.